ജോർജും പാലാ ബിഷപ്പും നാണം കൊണ്ട് തല താഴ്ത്തി നിൽക്കുകയാണ്. അമ്മാതിരി കാഴ്ചകളാണ് കേരളം സമ്മാനിക്കുന്നുള്ളത്. ലവ് ജിഹാദിന്റെയും നാർക്കോട്ടിക് ജിഹാദിന്റെയും പേര് പറഞ്ഞ് കേരളത്തെ രണ്ടായി വിഭജിക്കാൻ വേണ്ടിയിട്ട് കള്ള കഥകൾ കെട്ടിച്ചമച്ചിട്ട് പാവപ്പെട്ടവന്റെ പേരിൽ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ഇവന്മാർ കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേരളത്തിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാലയിലെയും ഇടുക്കിയിലെയും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെയും രക്ഷാപ്രവർത്തനത്തിന്റെ കാഴ്ചകൾ തന്നെയാണ് ഇവർക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന കിടിലൻ മറുപടി. വർഗീയതയുടെ പേര് പറഞ്ഞ് മനുഷ്യരെ രണ്ടായി വിഭജിക്കാൻ ശ്രമിച്ചവരൊക്കെ ഇപ്പോൾ മുഖം താഴ്ത്തി നിൽക്കുന്ന ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് നമുക്ക് അവരിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത്. പറഞ്ഞു വരുന്നത് STPയുടെ കിടിലൻ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് തന്നെയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് വാർത്താ മാധ്യമങ്ങളിൽ ഉരുൾപൊട്ടലിനെ കുറിച്ചും അതുപോലെ തന്നെ വെള്ളം പൊങ്ങിയതിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നത്. പക്ഷേ ഇതിനെ കുറിച്ചിട്ടുള്ള ആദ്യ മുന്നറിയിപ്പുകൾ ലഭിച്ച ഉടൻ തന്നെ STPയുടെ RG ടീം സന്നദ്ധരായി നിന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്, പ്രശംസിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ STPയുടെ പരിശീലനം ലഭിച്ച RG ടീം സന്നദ്ധരായി നിന്നു. അങ്ങനെ ശക്തമായ രക്ഷാപ്രവർത്തനം തന്നെയാണ് അവർ നടത്തിയിട്ടുള്ളത്. അതായത് ആർക്കും ചെന്നുകയറാൻ പറ്റാത്ത പല പ്രദേശങ്ങളിലേക്കും STPയുടെ RG ടീം ചെന്നുകയറുന്നു. അവിടെ വെള്ളം എത്തിക്കുന്നു, ഭക്ഷണം എത്തിക്കുന്നു, അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. നമുക്കറിയാവുന്ന വിഷയമാണ്. മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് STP ആണ്. കൊക്കയാറിലെ ആ ദയനീയമായിട്ടുള്ള സംഭവങ്ങൾ, അവിടെ കൃത്യമായ ഇടപെടൽ നടത്തുന്നു. മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ STPയുടെ RG ടീം മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പാലാ ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് കണ്ണു തുറന്ന് കാണാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള കാഴ്ചകളാണ്. PC ജോർജും പാലാ ബിഷപ്പും ഒക്കെ നിലവിളിച്ചത് നമ്മൾ കേട്ടതാണ്. വർഗീയതയുടെ പേര് പറഞ്ഞിട്ട് മനുഷ്യരെ രണ്ടായി തരംതിരിക്കുന്നവർ കണ്ണു തുറന്നു കാണണം. ഇത് കേരളമാണ്. ഇവിടെ ഇങ്ങനെയാണ് എല്ലാ മതവിഭാഗങ്ങളും, എല്ലാ സംഘടനകളും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ ഇറങ്ങിത്തിരിക്കുമെന്നുള്ളത് നിങ്ങളെപ്പോലെയുള്ള വർഗീയവാദികൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. STPയുടെ ഇടപെടലുകൾ പ്രശംസനീയമെന്ന് പറയാനുള്ള കാരണം എല്ലാ മേഖലയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇടുക്കി അതുപോലെ തന്നെ കോട്ടയം, നിലവിൽ ബാധിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ STPയുടെ സാന്നിധ്യമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത്. മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതും STPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ STPI ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ ഈ ഒരു അവസ്ഥയിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളത് എന്തായാലും തുറന്നു പറയേണ്ട കാര്യം തന്നെയാണ്. RG ടീമിന്റെ ചുണക്കുട്ടികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.